ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഡിന്നർ വിശേഷമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഡിന്നറാക്കാൻ മുമ്പ് ഒരാളുണ്ടോ PS5 കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോറ് ഞാൻ കുക്കറിലാണ് പൊതുവേ വെക്കാറ്. പിന്നെ പരിപ്പ് വേവിക്കാൻ വെച്ച് അതിലേക്ക് സ്പിനാച്ചും പിന്നെ നമുക്ക് സെലറി ഉണ്ടായിരുന്നു, അതും അതിൻ്റെ കൂടിയിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത് ബ്രൊക്കോളി തോരനാണ്. ബ്രൊക്കോളിൻ്റെ കൂടെ ഞാനൊരു കഷ്ണം ക്യാരറ്റും കൂടി ഇട്ടായിരുന്നു കേട്ടോ തോരൻ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് പൊതുവെ നാടൻ ഭക്ഷണത്തോടാണ് താല്പര്യം. എനിക്ക് ചോറ് കഴിക്കുമ്പോൾ 2-3 കറികളുണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ. അങ്ങനെ ബ്രൊക്കോളി ക്യാരറ്റ് തോരനും പരിപ്പും നമ്മളെ നാടൻ പാലക്ക് ചീര എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ ഗ്രീൻ ചീരയും പിന്നെ അതിൻ്റെ സെലറീൻ്റെ ഒരു സ്റ്റിക്കും കൂടി ഇട്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഞാൻ അതേപോലെ ബ്രൊക്കോളി തോരനാക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ തേങ്ങയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ചെറു തീയിൽ വേവിച്ചെടുക്കും കേട്ടോ. അധികമൊന്നും വെള്ളം ആഡ് ചെയ്യില്ലേ. പിന്നെ ഞാൻ വേവിച്ചെന്നൊരു പൈനാപ്പിൾ പച്ചടിയും കൂടി ആക്കിയേക്കാം. അന്നേരം 2 ദിവസത്തേക്ക് നമുക്ക് പച്ചടി ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ അടുത്ത് ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇതേപോലെ ടിൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ടിൻ പൈനാപ്പിൾ വെച്ചിട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആകെ ആ ഒരു വ്യത്യാസം ഉണ്ടായത് ഞാൻ ടിൻ പൈനാപ്പിളിൻ്റെ ആ ടിന്നിലുള്ള ഇച്ചിരി ലിക്വിഡ് യൂസ് ചെയ്തായിരുന്നു പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ബാക്കി പ്രൊസീജിയേഴ്സെല്ലാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ആക്കിയായിരുന്നേ. നമുക്ക് കുറച്ച് നത്തലും ചെറിയൊരു മത്തിയും കിട്ടിയായിരുന്നു. അങ്ങനെ ഫിഷ് ഫ്രൈയും പൈനാപ്പിൾ പച്ചടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ട തൈര് ലാസ്റ്റ് ഒഴിച്ചിട്ട് അത് മിക്സ് ആകാൻ വെക്കുന്ന അടിപൊളി പൈനാപ്പിൾ പച്ചടി ആയി. അങ്ങനെ നമ്മൾ രാത്രിത്തെ ഡിന്നർ ഇവിടെ റെഡി ആയിപ്പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.